സ്തോത്രം. കർത്താവിന് ദാഹമില്ല, ദാഹിക്കുന്നവനായി. കർത്താവിന് വിശപ്പില്ല, വിശപ്പുള്ളവനായി മാറി. എവിടേക്ക് അത് ശബരിയക്കാരത്തേക്ക് പറഞ്ഞ് എനിക്ക് കുടിക്കാൻ പറ്റണം. സക്കായിട്ട് പറഞ്ഞു നിന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ അവിടെ വരുന്നത്? വെള്ളം കുടിക്കാൻ വേണ്ടിയാണോ വരുന്നത്? എന്താ പള്ളിയിലില്ലയോ ഇതൊക്കെ? പള്ളിയിൽ ഇതൊക്കെ ഇല്ലയോ? എന്തിനാ ഭാഗം കൂട്ടായി നോക്കുന്നത്? വീട്ടിലോട്ട് എന്തിനാ വരുന്നത്? എന്തിനാ കർത്താവ് വീട്ടിലോട്ട് വരുന്നത്? അല്ല, ശാപം കൊണ്ട് വരികയല്ല. ഒരു വാക്യം വായിക്കുമ്പോൾ മാത്രം ആ ഉടനെ പൊട്ടിക്കറിയത് അയ്യോ ഞാൻ പെട്ടുപോയി, അടുത്തത് എന്റെ അപ്പുറത്ത് കിടപ്പുണ്ടെന്ന്. അടുത്ത അപ്പുറത്ത് കിടപ്പുണ്ട്. സ്തോത്രം. അടുത്തത് ശാപത്തെ മാറ്റാൻ അനുഗ്രഹം അപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. സ്തോത്രം. കർത്താവ് കണ്ട് അവിടെ ഇരുന്നു, താഴ്ന്നിരുന്നു. അവിടെ എന്ത് ചെയ്തു? ഇവരുടെ കയ്യിലെല്ലാം എന്തുണ്ട്? എല്ലാം ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുക. എല്ലാരും ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുക. എന്തിനാണെന്നറിയോ? ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ. ആ മുഖത്തൊന്നും കനിവില്ല, ദയവില്ല, മനസ്സലിവില്ല. എന്നാൽ അപ്പന് ദാണ്ട് അവിടെ ഒരു മകളോട് കണ്ണു തോന്നുന്നുണ്ടോ? സ്തോത്രം. കണ്ണത്തിന് തള്ളിക്കളയാനല്ല കൊച്ചുമോളെ, ചേർത്ത് നിർത്താനാ പറയുന്നത്. തള്ളിക്കളയാനല്ല, ചേർത്ത് നിർത്താനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കുനിഞ്ഞിരുന്നു, നിലത്തെഴുതി മായ്ച്ചു. എഴുതി മായ്ച്ചു, എഴുതി മായ്ച്ചു. ലംഘനം ക്ഷമിച്ചു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ അവിടെ കണ്ടപ്പോ ഇവർ കർത്താവിനെ വാക്കിൽ കൊടുക്കാൻ ഇവരൊരിക്കലും മഷിയായിട്ട് അംഗീകരിച്ചില്ല. കർത്താവിനെ സ്തോത്രം ഒരിക്കലും മഷിയായിട്ട് അംഗീകരിച്ചില്ല. അവരുടെ റബ്ബിമാരിൽ ഒരാൾ വന്ന് രാത്രി വന്ന് കർത്താവിനോട് നീ ദൈവത്തിന്റെ അടുക്കൽ ഞങ്ങൾ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു, ഞങ്ങൾ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നെങ്കിലും ഇവര് മഷിയായിട്ട് അംഗീകരിച്ചിട്ടില്ല ക്രിസ്തുവിനെ. ഇവര് വന്നിട്ട് വാക്കിൽ കൊടുക്കാൻ കർത്താവിനോട് ചോദിക്കാം, മോശ ഞങ്ങൾക്ക് പ്രമാണം തന്നിട്ടുണ്ട്. എവിടുന്ന്? ആ ദൈവം, ആ കൊടുത്ത ദൈവമാ ഇവിടെ ഇരിക്കുന്നെന്ന് അവർക്ക് അറിയില്ലെന്ന്. സ്തോത്രം. ഈ പ്രമാണം കൊടുത്ത ദൈവമാ. ദൈവത്തെ മുറുകെ പിടിക്കാതെ മനുഷ്യനായി വേഷമെടുത്താണ് അതിൽ ഇറങ്ങി വന്ന് കുനിഞ്ഞിരിക്കുന്നത് അറിയില്ല. സ്തോത്രം. ദൈവത്തിന് ഇങ്ങനെയൊക്കെ കൂലിപ്പോയൊരവസ്ഥയുണ്ട്. നമ്മൾ അവിടുന്നല്ലേ ഇങ്ങനെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഈ കസേരയൊക്കെ തന്നു കൊണ്ടുവന്ന് ഇരുന്നിരിക്കുന്നു. സ്തോത്രം.